നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇത് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള ഒരു അവസ്ഥയിൽ ഒത്തിരിയേറെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇതുവഴി ഉണ്ടാവാറുണ്ട്. പലപ്പോഴും തന്നെ നമ്മളുടെ ഭൂരിഭാഗം ആളുകൾക്കും ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കും. പലർക്കും അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇത് ഹൈപ്പോ തൈറോയിഡിസം ആണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതിനുള്ള ഒരുപാടേറെ പ്രതിവിധികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പലപ്പോഴും തന്നെ നമുക്ക് പ്രത്യേകിച്ചും ഒരു ഏജ് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്കും വരാറുണ്ട്, മുതിർന്നവർക്കും വരാറുണ്ട്. അതുപോലെ നമ്മുടെ ഹോർമോൺ ലെവലിൽ ഈസ്ട്രോജൻ ലെവലൊക്കെ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ചും പ്രഗ്നൻസി കേസിലൊക്കെ തന്നെ ഈ തൈറോയിഡ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും അതിനുള്ള ഒരു മെഡിസിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കരുത്. അത് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും, ഇതിന് അനുബന്ധിച്ച് വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് എത്ര വർഷം മെഡിസിൻ എടുത്താലും കുറയാത്തൊരവസ്ഥ വരും, ഡോസ് കുറയ്ക്കാൻ കഴിയാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് കൂടെ ചെയ്യണം, TSH മാത്രം നോക്കിയിരിക്കരുത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമ്മൾ ഇത്തരം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാടേറെ ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉഷാറുമില്ലാതിരിക്കുക, എപ്പോഴും എവിടെയെങ്കിലും കിടക്കണം എന്നുള്ളൊരവസ്ഥ, ക്ഷീണം അനുഭവപ്പെടുക, അല്ലെ മസിലൊക്കെ വല്ലാണ്ട് വീക്കായി പോവുക, ജോയിൻറ്റുകളിലൊക്കെ കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ കുറവായിരിക്കുക, നമുക്ക് കയ്യിലും കാലിലും ഒക്കെ തന്നെ മൊത്തത്തിൽ ശരീരത്തിന് തണുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് കിതപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, ഹാർട്ട് റേറ്റ് കുറയുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് അത് സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് പോവാം, അല്ലെങ്കിൽ മുഖത്ത് കൂടുതൽ കുരുക്കളും പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. അതും അല്ലെങ്കിൽ മുടി വളരെ നേർത്ത് തിന്നായിട്ട് വരുന്നത്, മുടി അകാരണമായിട്ട് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ കാണപ്പെടാം. മെൻ്റൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരുപാട് പിരിമുറുക്കം, സ്ട്രെസ്സ് പ്രശ്നങ്ങൾ, തനിച്ചാണെന്നുള്ള തോന്നൽ, അതുപോലെ മുന്നോട്ട് ജീവിക്കാൻ തോന്നാതിരിക്കുക, സൂയിസൈഡൽ ടെൻഡൻസി, ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടും ഒക്കെ നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇത്തരം കണ്ടീഷനിൽ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ വെയിറ്റ് കുറഞ്ഞു വരുന്നതും, ഹൈപ്പോ തൈറോയിഡിസം കേസിൽ അമിതമായിട്ട് വെയിറ്റ് കൂടുന്നതും, മുഖത്ത് നല്ല പഫി ആയിട്ട് അല്ലെങ്കിൽ നീര് വെച്ചതുപോലെ ഇരിക്കുന്നതും, ഹെവി പീരീഡ്സ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ് ഡേറ്റുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും, അതുപോലെ മെമ്മറി പവർ മുൻപത്തെ പോലെ തന്നെ ഇല്ല എന്നുള്ള അവസ്ഥ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഒരു തൈറോയിഡ് ഹോർമോണിൽ വരുന്ന ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹെയറിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലോ, മുടി കൊഴിച്ചിലാണെങ്കിലോ, മുടി തിന്നായി വരുന്നതാണെങ്കിലോ ഒക്കെ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ഒരു തൈറോയിഡ് രോഗത്തിന് വേണ്ടി ചികിത്സിക്കേണ്ടതാണ്. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇത്തരം കേസിൽ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്ററി ചേഞ്ചസ്, അല്ലെങ്കിൽ ഡയറ്റിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കഴിക്കരുത്, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് പറയുന്നതിൽ കഴിക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിത് മാറണം അല്ലെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. പലപ്പോഴും നമ്മൾ ക്യാബേജും കോളിഫ്ലവറും പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാത്രം ചെയ്താൽ പോരാ. അതിന് പകരം അധികം ആളുകളും ഫോളോ ചെയ്യുന്നത് ചപ്പാത്തി കഴിക്കുക എന്നുള്ളതാണ്. ഗ്ലൂട്ടൻ ഇതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കണമെന്നല്ല, എങ്കിലും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഗ്ലൂട്ടൻ ഒഴിവാക്കിയതും അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ കപ്പയിലൊക്കെ തന്നെ കൂടുതലായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. കപ്പ മലയാളികൾക്ക് എല്ലാവർക്കും
ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കഴിയുന്നതും നിങ്ങളത് മിതമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും തന്നെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ സൈന്ധവ ലവണ, ഇതിൽ മിനറൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസത്തിൽ ഒരു 2.3 ഗ്രാമിൽ കുറവേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉപ്പാണെങ്കിൽ പോലും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഒഴിവാക്കേണ്ടത് കാൻഡ് ഫുഡ്, ശീതള പാനീയങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ആഹാരങ്ങളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സുകൾ, സീഡ്സുകൾ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആ ഒരു ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റിനെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം നോർമൽ ആക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കാരണം അത് ശരിയായി കൊപ്രയിൽ നിന്ന് ആട്ടിയെടുക്കുന്നതാണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് തീർത്ത് പറയാൻ പറ്റും വളരെ നമ്മുടെ ഇത്തരം അവസ്ഥയിൽ നല്ലതാണെന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പാല് കുടിക്കുന്നത് നിർത്തണം എന്നുള്ളത്, അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആവാം, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുത്. അതുപോലെ തന്നെ മധുരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരം ആളുകളിൽ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മെറ്റബോളിസം നോർമൽ ആക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ അത്യാവശ്യമാണ്. ഒരു 30 മിനിറ്റെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം വ്യക്തികളിൽ പൊതുവെ വിയർപ്പ് കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് ശരീരം വിയർക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗോയിട്രോജനിക് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സോയാബീൻ പോലുള്ള സോയ് പ്രൊഡക്ട്സ്, അതിപ്പം നമുക്ക് ബോൾ രീതിയിൽ കിട്ടുന്നുണ്ട് സോയ് പ്രൊഡക്ട്സ്. അതുപോലെ സോയ് സോസ് ആയിട്ടോ അല്ലെങ്കിൽ സോയ് മിൽക്ക് ആയിട്ടോ അങ്ങനെ സോയ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കഴിയുന്നത് നമ്മളധികം മലയാളികൾക്ക് അത്ര തന്നെ പ്രിയങ്കരമായിട്ടുള്ളതല്ലെങ്കിലും കൂടുതൽ പേര് വെജിറ്റേറിയൻസ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ ഇത് ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ തീർത്തും ഒഴിവാക്കാൻ പറയുന്നത് മദ്യപാനം, പുകവലി പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ മിൽക്ക് ഒഴിവാക്കിയാലും നമുക്ക് മിൽക്ക് പ്രോഡക്ട്സ്, മറ്റുള്ള തൈര്, മോര്, പനീർ, ബട്ടർ, നെയ്യ് ഇതൊക്കെ തന്നെ കുറഞ്ഞൊരളവിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അതുപോലെ ആപ്പിൾ സീഡർ വിനീഗർ നമ്മൾ വെയിറ്റ് ലോസിന് അല്പം വെള്ളത്തിൽ ചേർത്തിട്ടൊക്കെ തന്നെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് ഇതുപോലുള്ള ഹൈപ്പോ തൈറോയിഡിസം കേസിലൊക്കെ തന്നെ നമുക്ക് ഗുണകരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ കാഞ്ചനാര, അശ്വഗന്ധ, ആരഗ്വാദ, മുരിങ്ങ തുടങ്ങിയിട്ടുള്ള ചില ഔഷധ പ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരുന്ന രീതിയിൽ ഈ ആഹാരക്രമങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. കാരണം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമുക്കിതുപോലുള്ള നമ്മുടെ മെറ്റബോളിസം ശരിയല്ലാണ്ട് വരുന്ന കേസിലാണ്. അപ്പോൾ അത് നോർമലാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഡോസ് ഒന്നും കുറയ്ക്കാത്ത രീതിയിൽ അത് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പോവേണ്ടി വരും. ആയുർവേദത്തിൽ തന്നെ പലതരം ഡീടോക്സ് മെത്തേഡുകൾ, നമ്മൾ വസ്തി പോലുള്ള കർമ്മങ്ങൾ, മെഡിക്കേറ്റഡ് എനിമ കൊടുത്തിട്ട് കോളോൺ, റെക്റ്റം ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് നെല്ലിക്കയുടെ പൊടി തേനിൽ ചേർത്തിട്ട് കഴിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരുപാടേറെ ഇത്തരം നമ്മുടെ ഡയറ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി അതൊരു മെഡിസിനൽ വാല്യൂ തരുന്ന രീതിയിൽ നമുക്ക് ഫുഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും നോർമലാക്കി കൊണ്ടുവരാനൊക്കെ പറ്റുന്ന കേസുകളാണ്. അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ട് ഇതുപോലുള്ള ഡയറ്റ് ചാർട്ട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് വേണ്ട പഞ്ചകർമ്മ പ്രൊസീജിയർ എന്താണ്, ഇൻറ്റേർണൽ മെഡിസിൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഒരു മോചനം വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരാം.
കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റാനും കൂടെ സഹായിക്കുന്ന ടിപ്പുകളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാവട്ടെ. അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.